So hello guys, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് മച്ചന്മാർക്ക് സ്വാഗതം. അപ്പോൾ ഗയ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ കിടക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കിടക്കാച്ചായിട്ടുള്ള ചാനൽ ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റിയുള്ള ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ കമൻറ്റ് വരാൻ തുടങ്ങിയിട്ട് ചേട്ടൻ ഇൻട്രോ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ എൻ്റെ ഇൻട്രോ അല്ല ഇത്, ഏകദേശം അതിൻ്റെ റിസംബ്ലൻസ് ഉള്ളൊരു സംഭവമാണ്. എൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയ്ഡ് PC ഇൻട്രോ ആണ്. ഓക്കെ, സോ ജസ്റ്റ് അത് GFX ആർട്ടിസ്റ്റിനോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് ചെയ്തു തരുന്നതാണ് അവർ. അപ്പം ജസ്റ്റ് ആ ഇൻട്രോ അല്ല, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു ഇൻട്രോ ആണ്. അതായത് കുറച്ച് പണിയുണ്ടെങ്കിൽ പോലും അത്യാവശ്യം എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു ഇൻട്രോ ആണ്. നല്ല രീതിക്ക് ക്വാളിറ്റി ഉള്ള ഇൻട്രോ ആണ്. ഓക്കെ, സോ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു മാസീവ് കമൻസ് ആണ് വന്നത്. അതായത് ഇത് ഒരു 10-40 കമൻസിനെടുത്ത് എന്തായാലും വേണം എന്ന് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു 40 ലൈക്കാണ് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. സോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫയൽസ് എല്ലാം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം കൊണ്ടുപോകാറുണ്ട്. സോ നമുക്ക് ഫയൽസിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ ഗൈസ് ജസ്റ്റ് പാക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് നിങ്ങൾ ആ ഒരു പാക്ക് ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലോട്ടായിരിക്കും ജസ്റ്റ് വരുന്നത്. സോ ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ ഒരു ടേക്ക് മീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു ടേക്ക് മീ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടേക്ക് മീ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ സബ് ടു അൺലോക്ക് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഇവിടെ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. അപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു സംഭവം ജസ്റ്റ് ഓപ്പൺ ആവും. ഓക്കെ, സോ അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഫോളോ ബട്ടൺ അടിക്കുക. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ജസ്റ്റ് വരാത്. അതിനുശേഷം നിങ്ങൾ താഴെ അൺലോക്ക് എന്ന് പറയുന്നൊരു സംഭവം കാണാൻ സാധിക്കും. അതുമ്പോൾ ഞെക്കുക. അതിനുശേഷം വേറൊരു പേജിലോട്ട് പോകും. ജസ്റ്റ് അതിൽ നിങ്ങൾ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഞെക്കുക. ഓക്കെ, സോ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കിയതിന് ശേഷം ജസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് ഈ ഒരു ഫയൽ ഞെക്കുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. സോ പാസ്വേഡ് നോക്കി നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പാസ്വേഡും ഈ ഒരു വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം പാസ്വേഡിന് വേണ്ടിയിട്ട്. സോ നമുക്ക് നേരെ വീഡിയോ എടുക്കാം ഗൈസ്. സോ ഗൈസ് നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നൊരു കമൻറ്റാണ് ബ്രോ എനിക്ക് ഇത് ഉണ്ടാക്കി തരുമോ. സോ അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ട്യൂട്ടോറിയൽ വരെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ പണിയെടുക്കാൻ പറ്റില്ല, മടിയാണ്. അതാണ് മടി തന്നെയാണ് ആ ഒരു സംഭവത്തിന് പറയാം. ഓക്കെ, സോ എന്നാൽ പോലും നമ്മൾ രണ്ടാൾക്ക് ഇൻട്രോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഇൻട്രോ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സോ അതിനകത്ത് 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് 50+ സബ്ബുള്ള ഒരു യൂട്യൂബ് ചാനൽ വേണം. ഓക്കെ, സോ താഴെ നിന്ന് നോക്കുക, കമൻറ്റ് ബോക്സിൽ 2 കമൻറ്റ്സ്, അതായത് ഹയസ്റ്റ് ലൈക്ക് കിട്ടിയ കമൻറ്റ്സ് ആണ് നമ്മൾ ഇൻട്രോ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഇൻട്രോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, സോ ഹയസ്റ്റ് 3 ദിവസത്തിനുള്ളിൽ 3ാമത്തെ ദിവസമായിരിക്കും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിന്നറെ സെലക്ട് ചെയ്തിടുന്നുണ്ടാവുക. സോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റേഷൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഓക്കെ, സോ ജസ്റ്റ് അവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 2 പേർക്ക് മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോ എടുക്കും ഗൈസ്. സോ ഗൈസ് ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആദ്യം ആവശ്യം നമ്മുടെ മെയിൻ ആപ്പായ പിക്സൽ ലാബാണ്. പിക്സൽ ലാബിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് കളയാക്കുക. ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇമേജ് സൈസ് എടുക്കുക. ഇമേജ് സൈസ് എടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ അടിക്കുന്ന പോലെ കറക്റ്റായിട്ട് ഇമേജിൻ്റെ ആ ഒരു സൈസ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് അത് പോയി. സോ ഈ ഒരു ഇതിൽ അടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2560 ആണ് ഫസ്റ്റത്തെ 2560. അതുപോലെ തന്നെ 1440 ഇതാണ് നിങ്ങൾ അടിക്കേണ്ട ആസ്പെക്ട് റേഷ്യോ. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സംഭവം ജസ്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് മേലെ പ്ലസ് ഓപ്പൺ ഐക്കണം ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് കിട്ടുന്നുണ്ടാവും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കി വെക്കുക. ഫുള്ളാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ജസ്റ്റ് ഗ്രേഡിയൻറ്റ് എടുക്കുക. ഗ്രേഡിയൻറ്റ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഗ്രേഡിയൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു പ്ലസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ താഴെ ഒരു ബാർ കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജസ്റ്റ് ഗ്രേഡിയൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. സോ ജസ്റ്റ് അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് ജസ്റ്റ് ഗ്രേഡിയൻറ്റ് എടുത്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗ്രേഡിയൻ്റ് ഒക്കെ നിങ്ങളുടെ ഓൺ ചോയ്സ് ആണ്. ജസ്റ്റ് അതുപോലെ സെലക്ട് ചെയ്യുക. സോ താഴെ കാണുന്ന ആ ഒരു ലിവറിൽ ആ അറ്റത്തും ഈ അറ്റത്തും ഓരോ ജസ്റ്റ് ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും. സോ അതുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പെയിൻറ്റിൻ്റെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഭവത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഇവിടെ ഈ ഒരു ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ടിക്ക് ഓപ്ഷൻ അടിച്ച് കൊടുക്കുകയാണ്. സോ ഗ്രേഡിയൻറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗാലറിയിൽ പോയതിന് ശേഷം നമ്മുടെ ആ ഒരു ഫയൽ, അതായത് നിങ്ങളുടെ ആ ഒരു ലോഗോ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ലോഗോ കുറച്ച് സൈസ് കുറച്ച് വെച്ചതിന് ശേഷം
ജസ്റ്റ് ഈ ഒരു റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഒരു ഏകദേശം ഒരു സൈസിൽ വെക്കുക, ഈ കാണുന്ന പോലത്തെ ഒരു സൈസിൽ വെക്കുക. സോ അതിന് ശേഷം റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ രണ്ടെണ്ണത്തിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ജസ്റ്റ് കറക്റ്റായിട്ട് സെൻട്രലായി വരുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് അതിനുശേഷം കളർ എനേബിൾ ചെയ്യുക. കളർ എനേബിൾ ചെയ്തതിന് ശേഷം വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് വൈറ്റ് കളർ കൊടുക്കുക, ജസ്റ്റ് ടിക്ക് അടിച്ച് കൊടുക്കുക. അതിന് ശേഷം ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഷാഡോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഷാഡോ ആണ്. ഓക്കെ, ജസ്റ്റ് ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുക. ഷാഡോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ആണ് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം ഈ ഒരു ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് ഏകദേശം ഒരു 10-15 വെക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഒരു 25 ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്, 15 നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം ബ്ലർ റേഡിയസ് 25 കൊടുക്കുക. സോ ടിക്ക് അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ടിക്ക് അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇറേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് ഈ ഒരു 2 ലെയർ കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് മെർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു മെർജ് ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെർജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം എനേബിൾ കളർ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ടോളറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒരു 20 ആക്കിയിടാം. ഓക്കെ, സോ 20 ആക്കിയിടാം. ടോളറൻസ് 20 ആക്കിയിടാം, കറക്റ്റായിട്ട് 20 ആക്കിയിടാം. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം സ്മൂത്ത് അഡ്ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 അല്ലെങ്കിൽ 2 ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ്. സോ ടോളറൻസ് എന്തായാലും 20 മാക്സിമം ആക്കി വെക്കുക. 20 വിട്ട് പോകുന്നത് അത്ര വലിയ നല്ലതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, സോ അപ്പോൾ അത് 20 ആക്കി വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ട്രാൻസ്പാരൻറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഈ ഒരു പിക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതായത് ഈ ഒരു പിക്ക് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലോഗോ ജസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ട്രാൻസ്പാരൻ്റ് ആക്കുക. അതിനുശേഷം ജസ്റ്റ് ലോഗോ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ വരുന്ന പോലെ, അതായത് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ അത് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മുകളിലെ സെൻറ്ററിലെ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്നുണ്ടാവും. സോ ടിക്ക് അടിച്ചതിന് ശേഷം ഏറ്റവും താഴെ എംബോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് എനേബിൾ ചെയ്യുക. ഓക്കെ, സോ എനേബിൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ബിവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ബിവലാണോ ബെവലാണോ അത് എനിക്കറിയില്ല. സോ അത് ബിവൽ എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സോ അത് ജസ്റ്റ് ഒരു 7 ആക്കിയിടാം. ഓക്കെ, 7 ആക്കിയിട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ടിക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ജസ്റ്റ് സേവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് അൾട്രയിലിട്ട് സേവ് ചെയ്യുക. സോ ഈ ഒരു പിക്സൽ ലാബിൽ പണി കഴിഞ്ഞിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് 16:9 ആസ്പെക്ട് റേഷ്യോ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു സംഭവം വലിച്ചൊരു 20-23 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഇൻട്രോ വരാനായിട്ട് പോകുന്നത്. സോ ഇത് ഏകദേശം ഒരു 10 ആക്കി കൊടുക്കുക. 10 ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, സോ 10 എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷൈനിങ് എഫക്റ്റ് മാത്രമാണ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് നമ്മുടെ ജസ്റ്റ് സൈഡിലോട്ടൊക്കെ പോകുന്ന ആ ഒരു സംഭവിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് 10 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫയലിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ജസ്റ്റ് ആ ഒരു ഫയൽ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഇതാണ് ഫയൽ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പിക്കാണ്. സോ ജസ്റ്റ് എടുത്തതിന് ശേഷം ഇതും ഫുള്ളാക്കി വെക്കുക. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എഫക്ട്സ് ഓപ്ഷനിൽ പോകുക. എഫക്ട്സ് ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങളുടെ പിഞ്ച് അല്ലെങ്കിൽ ബൾജ് എന്നൊരു സംഭവം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഇത് ഇവിടെ ഉണ്ടാവില്ല. സോ നിങ്ങൾ ഈ ഒരു ഗെറ്റ് മോറും അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതിനകത്ത് ബൾജ് ജസ്റ്റ് ഞെക്കുക. ബൾജ് ഞെക്കിയതിന് ശേഷം ജസ്റ്റ് ഈ ഒരു കാണുന്ന പോലെ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക. സോ ആ ഒരു വൈറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വൈറ്റ് ജസ്റ്റ് ഏകദേശം ഇങ്ങനെ വരുന്ന പോലെ ആക്കി വെക്കുക. ഓക്കെ, സോ ജസ്റ്റ് അത് കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, സോ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം ഈ ഒരു ബൾജിൻ്റെ ഈ ഒരു സംഭവം ജസ്റ്റ് 6 ആക്കി കൊടുക്കുക. 6 ആക്കി കൊടുത്തതിന് ശേഷം ബൾജ് എഫക്റ്റ് ഫുള്ളാക്കി ആറ്റത്തിക്കോട് വലിച്ചിടുക. ഓക്കെ, സോ അതായത് ആ അറ്റം വരെ നമുക്ക് ആ ഒരു ബൾജ് എഫക്റ്റ് കൊണ്ടുവരണം. ഓക്കെ, സോ ജസ്റ്റ് ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ കറക്റ്റായിട്ട് ചെയ്യുന്ന പോലെ, അതായത് കറക്റ്റായിട്ട് ഇതിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു കീയുടെ പടം കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു കീയുടെ പടം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു അറ്റത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. സോ അതും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു അറ്റം തന്നെയാണ് വെക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ അറിയാം അത് ഈ ഒരു അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുക. അതിന് ശേഷം ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ വലിച്ച്, അതായത് നമ്മുടെ ആ ഫോട്ടോയിൽ ഞാൻ കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് വലിച്ച് ഇങ്ങനെ താഴത്തേക്ക് ആക്കി കൊണ്ടുവരാം. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആനിമേഷൻ വന്നിട്ടുണ്ടാവും. സോ ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു മൂവിങ് എഫക്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു കാര്യം അറിഞ്ഞ വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം, അതായത് പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ സ്ക്രീൻ ആക്കുക. സ്പ്ലിറ്റ് സ്ക്രീനിൽ അത് ഫുള്ളാക്കി ഇടാം. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിൽ ഒരു റൗണ്ടായിട്ട് കാണാനായിട്ട് പറ്റും. സോ അത് നമ്മുടെ ആ ഒരു വെച്ചതിൻ്റെ ശരിയാവാനായിട്ടാണ്. സോ അത് ലോഗോ ചെയ്തതിന് മാത്രം നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതുപോലെ തന്നെ ബാക്കിൽ ആ ഒരു PNG ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. സോ PNG വലുതാക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആനിമേഷൻ പൂവെന്ന് വിചാരിക്കേണ്ടത് പൂവില്ല, സീനില്ല. സോ ജസ്റ്റ് ഈ ഒരു സംഭവം വെച്ച് കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഓക്കെ, സോ ജസ്റ്റ് ഞാനവിടെ ചെയ്തപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് വരാനായിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് അത് ഞാൻ കറക്റ്റായിട്ട് വെക്കുകയാണ്. സോ അത് ഈ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ട് ഇഷ്ടത്തിന് നിങ്ങൾ വെക്കുക. ഓക്കെ, സോ ഗൈസ് ഈ ഒരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഏകദേശം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ അതിനുശേഷം ആ ഒരു താഴെ നമ്മൾ നേരത്തെ എടുത്ത്, അതായത് പിക്സൽ ലാബിൽ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലെയർ ജസ്റ്റ് താഴേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു സാധനം ജസ്റ്റ് വലിച്ചാറ്റത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക, അതായത് നമ്മുടെ ഫുൾ ഡിസ്റ്റൻസിലാക്കി വെക്കുക. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടാമത് പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ മേലെ കറക്റ്റായിട്ട് വരുന്ന പോലെ കറക്റ്റ് പക്കയായിട്ട് വരുന്ന പോലെ ചെയ്ത് വെക്കുക. ഓക്കെ, സോ അതിന് കുറച്ച് ടൈം എടുത്തായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. സോ അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രോ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു സംഭവം ജസ്റ്റ് കറക്റ്റായിട്ട് വെക്കുക, അതായത് ഈ ഒരു ലോഗോ ഇതിൻ്റെ മേലിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ കുറച്ച് ടൈം എടുത്താണ് ചെയ്യുന്നത്, ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, സോ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ ബ്ലെൻഡിങ്ങിൽ നിങ്ങൾ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സ്ക്രീൻ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്ക്രീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ നല്ല രീതിക്ക് വൈറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റീസ് ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ഇവിടെ സ്ക്രീൻ തന്നെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടോ, എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. സോ സ്ക്രീനാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. സോ നിങ്ങൾ സ്ക്രീൻ ഡയറക്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ജസ്റ്റ് അതും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒപ്പാസിറ്റി ഉണ്ട്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒപ്പാസിറ്റി ജസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇതിനകത്ത് മാക്സിമം കൺട്രോൾ ചെയ്യാതിരിക്കാനായിട്ടാണ് ജസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ ഞാൻ ഒപ്പാസിറ്റി വേണ്ട രീതിക്കൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ടെക്ക് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു PNGയുടെ ഒപ്പാസിറ്റിയാണ് ജസ്റ്റ് ഒരു 50-40 സംതിങ് ആയിട്ട് വെക്കുക. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു PNGയുടെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. സോ കുറച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ആനിമേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഷൈനിങ് ലോഗോ എഫക്റ്റ് നിങ്ങളുടെ ഇൻട്രോയ്ക്ക് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഫുൾ ക്വാളിറ്റിയിലിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് നീണ്ടു വന്ന് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇത് ഫുൾ ക്വാളിറ്റിയിലിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സംഭവം വെച്ച് ഫുൾ ക്വാളിറ്റിയിലിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ 1080p ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് ഒരു 20 MB താഴെ എന്തായാലും ഈ ഒരു ഫയലിൻ്റെ സൈസ് വരത്തുള്ളൂ. ഓക്കെ, സോ ഒരുപാട് ഇത് പോകുന്നതെന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് ഫുൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ എക്സ്പോർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഈ ഒരു ഫയൽ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീണ്ടും നമ്മുടെ കൈൻമാസ്റ്റർ 16:9 ആസ്പെക്ട് റേഷ്യോയിൽ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫയൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ആ ഒരു പ്ലസ് മൈക്കാൻ നിങ്ങൾക്ക് ഇവിടെ 3D ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, 3D ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. സോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഫയൽ നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്പീഡിൽ വെക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 7-8 ആ ഒരു റേഞ്ചിലാണ് വെക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ വെക്കുക. അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു ഫയൽ ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ഒരു സൈഡ് ആനിമേഷൻ വരുന്ന പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്തായിട്ട് വീണ്ടും ഒരു 16:9 ആസ്പെക്ട് റേഷ്യോയിൽ ജസ്റ്റ് ഒരു പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ടിൽറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഫുള്ള് സൂമാക്കി വെക്കുക. ഓക്കെ, ഫുള്ള് സൂമാക്കി വെക്കുക. സോ ജസ്റ്റ് നമ്മളിവിടെ കുറച്ച് സൈഡിലോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങളുടെ ഇഷ്ടം പേഴ്സണൽ ഇഷ്ടമാണ്, സൈഡിൽ വേണോ സെൻറ്ററിൽ വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, സോ സൈഡിൽ കുറച്ച് വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് ഞാൻ കറക്റ്റ് സെൻറ്ററിലാക്കി വെക്കുകയാണ്. ഓക്കെ, സോ സെൻറ്ററിൽ പക്കയായിരിക്കും, സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ജസ്റ്റ് ഞാനിവിടെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു സംഭവത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആ ഒരു സംഭവം ജസ്റ്റ് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗോ കാണുന്ന പോലെ ആയിരിക്കും. സെക്കൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രോ, അതായത് ടെക്സ്റ്റ് കാണുന്ന പോലെ, നെയിം കാണുന്ന പോലെ ആയിട്ട് വെക്കുക. ഓക്കെ, സോ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരത്തെ ഫസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഷൈൻ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. സോ ജസ്റ്റ് അത് ലെയറിൽ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ജസ്റ്റ് അത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. ഓക്കെ, സോ ഫുൾ സ്ക്രീൻ ആക്കി വെക്കുക. അതിന് ശേഷം ടിക്ക് അടിച്ച് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് അതിന് ശേഷം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് പ്ലേ ആകുമ്പോൾ ജസ്റ്റ് ഷൈനിങ് എഫക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു മേലയിൽ കാണുന്ന ഈ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നമ്മുടെ 20 സെക്കൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ 20 സെക്കൻഡാണ് നമ്മൾ ഏകദേശം വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് ജസ്റ്റ് കറക്റ്റായിട്ട് വെക്കുക. സോ ഗൈസ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യുക, ആനിമേഷൻ കൊടുക്കുക, ഫെയ്ഡ് കൊടുക്കുക, 1 ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് അതിനുശേഷം വീണ്ടും അപ്പുറത്തേമ സെലക്ട് ചെയ്യുക, ആനിമേഷൻ ഫെയ്ഡ് 1. ഓക്കെ, സോ ഇങ്ങനെ 3 ആക്കി കൊടുക്കുക. ഔട്ട് ആനിമേഷൻ
ഫസ്റ്റ് സെക്കൻഡ് ആ ഒരു ലെയറുമ്പോൾ മാത്രം ഔട്ട് അനിമേഷൻ കൊടുക്കുക, ലാസ്റ്റത്തെ ലെയറുമ്പോൾ ഔട്ട് അനിമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ജസ്റ്റ് അതാക്കി കൊടുക്കുക. സോ ജസ്റ്റ് കുറച്ച് ഇവിടെ നീണ്ടു നിൽക്കണേ, സോ നമ്മളത് കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഫെയ്ഡ് കൊടുക്കുക, അതായത് 1 കൊടുക്കുക. ഓക്കെ, സോ സ്പീഡ് നിങ്ങൾ കുറയ്ക്കരുത് ഒരിക്കലും. സോ ജസ്റ്റ് ഞാൻ അത് പറയാണ്, അപ്പോൾ സ്പീഡ് കുറച്ച് ഞങ്ങൾ ഇൻട്രോ വൃത്തികേടാവും. ഓക്കെ, സോ ജസ്റ്റ് 1 തന്നെ ഫെയ്ഡ് കൊടുക്കുക, അതായത് 1 തന്നെ ഇൻ അനിമേഷൻ ഔട്ട് അനിമേഷൻ കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ അനിമേഷൻ ഔട്ട് അനിമേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, സോ ഗൈസ് അതിനുശേഷം എൻ്റെ ഇപ്പോഴത്തെ ഇൻട്രോനെ നിങ്ങൾക്ക് ഫസ്റ്റ് തുടക്കത്തിൽ യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ളതുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് അത് ഞാനിവിടെ ആഡ് ചെയ്യാണ്. സോ അത് ആഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് പാസ്വേഡ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് പാസ്വേഡ് കിട്ടുന്നുണ്ടാവും. സോ ജസ്റ്റ് പാസ്വേഡ് അടിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് ചെയ്യാൻ പാസ്വേഡ് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പാസ്വേഡ് വേണ്ട, എക്സ്ട്രാക്ട് ചെയ്യാനാണ് പാസ്വേഡ് വേണ്ടത്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഓഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് എവിടെയാണെന്ന് ഓഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നില്ല. ഓഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളവിടെ നിന്ന് എടുക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ പലർക്കും പല അഭിപ്രായങ്ങളാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരു ബീറ്റ് എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും. സോ അവിടെ എങ്ങനെയാണ് ബീറ്റ് എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ആ ഒരു ബീറ്റ് എഫക്റ്റ് വരുന്ന ഭാഗത്ത് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കേഴ്സർ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ലൈൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലെയർ ഓപ്ഷനിൽ പോവുക. ജസ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ബ്ലാക്ക് ക്ലിക്ക് ചെയ്യുക, ഫുള്ളാക്കുക. ഓക്കെ, ഫുള്ളാക്കിയതിന് ശേഷം ഫ്ലിക്കർ കൊടുക്കുക, അതായത് ഓവറോൾ ആനിമേഷൻ ഫ്ലിക്കർ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഫ്ലിക്കർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ എവിടെ വെച്ചാണോ നിർത്തുന്നത് അവിടെ വെച്ച് ജസ്റ്റ് ഈ ഒരു ഫ്ലിക്കർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു സോളിഡ് കളർ ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ബീറ്റ് എഫക്റ്റ് ജസ്റ്റ് അവിടെ ആയിട്ടുണ്ടാവും. സോ ജസ്റ്റ് ഒന്ന് റൈറ്റിലോട്ട് ട്രിം ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇത്ര ചെയ്ത് നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ ബീറ്റ് സിങ്ക് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ ബീറ്റ് എഫക്റ്റ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ അതിനുശേഷം നിങ്ങൾ ഇവിടെ നീണ്ടെടുക്കുന്ന ഈ ഒരു ഭാഗങ്ങളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം ഫുൾ ക്വാളിറ്റിയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് നമ്മുടെ ഇൻട്രോ റെഡി ആയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഒരു ലൈക്ക് തരാം, കാരണം നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ലൈക്ക് തരാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ജസ്റ്റ് താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ലൈക്ക് കിട്ടുന്ന 2 കമൻറ്റ് നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു ഇൻട്രോ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ മാക്സിമം ലൈക്ക് കിട്ടുന്ന 2 കമൻറ്റ് നമ്മളൊരു 3 ദിവസത്തിന് ശേഷം കറക്റ്റ് 3 ദിവസത്തിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് അവർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, അവർക്ക് നമ്മൾ എന്തായാലും അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. സോ ഫ്രീ ഫയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ